ന്യൂസ് വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ചേർന്ന് ഈ നവകേരള സദസ്സ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നറിയാത്ത ആളുകൾ സാധാരണക്കാരുടെ ഇടയിലുണ്ട്, പത്രം വായിക്കുന്നവരുടെ ഇടയിലുണ്ട്, ടി വി കാണുന്നവരുടെ ഇടയിലുണ്ട്, പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ഇടയിലുണ്ട്, ഭരണപക്ഷത്തിലുള്ള പാർട്ടികളിലെ നേതാക്കന്മാരുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഒന്നാം തരം ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കോട്ടയം എം പിയും കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള തോമസ് ചാഴികാടൻ. ഈ തോമസ് ചാഴികാടൻ വിചാരിച്ചത് നവകേരള സദസ്സ് നടത്തുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാർ ജനസമ്പർക്ക സദസ്സ് നടത്തിയ പോലെ ആളുകളിൽ നിന്ന് നേരിട്ട് പരാതി കൈപ്പറ്റാനും ആ പരാതികളിൽ പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ്. സത്യത്തിൽ അതിന് വേണ്ടിയിട്ടല്ല. പരാതി വാങ്ങുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ്. ഒരു സ്ഥലത്ത് നവകേരള സദസ്സ് നടക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന് മുമ്പായിട്ട് നാട്ടുപുറത്ത് പലവിധ കലാപരിപാടികൾ നടത്തും. ഉദാഹരണത്തിന് ആലുവയിൽ നവകേരളം നടക്കുന്നതിൻ്റെ 3-4 ദിവസം മുമ്പ് എൻ്റെ വീടിൻ്റെ സമീപത്ത് ദേശം കവലയിൽ കുക്കറി ഷോ നടത്തി. കുക്കറി ഷോയും നവകേരളം തമ്മിൽ എന്താ ബന്ധം ചോദിക്കരുത്. അതുകൂടാതെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് ഫ്ലാഷ് മോബ് എന്ന് പറഞ്ഞ പരിപാടി നടത്തി. ഇത് കാണാനായിട്ട് എല്ലാം കൂടി 15 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബസ് കാത്ത് നിൽക്കുന്നവരടക്കം. എങ്കിൽ പോലും ഒരു പരിപാടി എന്ന നിലയ്ക്ക് അവരവിടെ സംഘടിപ്പിച്ചു. കാരണം ദേശത്തുള്ള ആളുകളൊക്കെ പൊതുവെ പ്രബുദ്ധതയുള്ളവരാണ്. അവർക്ക് നവകേരള സദസ്സിനെക്കുറിച്ചും സഖാവ് പിണറായി വിജയനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്, നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ആരും ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തില്ല. അതാണ് സംഭവിച്ചത്. എൻ്റെ വീട്ടിലും എൻ്റെ നോട്ടീസും കൊണ്ടുവന്നിരുന്നു. ഞാൻ നോട്ടീസ് മേടിച്ച് വെച്ചു. പോയിക്കോളാൻ പറഞ്ഞു. അവർ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്നുണ്ട്. പലയിടത്തും പല വിദ്യകൾ പയറ്റുന്നുണ്ട്. ചിലയിടത്ത് ദഫ്മുട്ടാണ്, ചിലയിടത്ത് കോലുകളിയാണ്, ചിലയിടത്ത് ഒപ്പനയാണ്, ചിലയിടത്ത് കുക്കറി ഷോയാണ്. അതൊക്കെ അവർ സമയവും സൗകര്യം അനുസരിച്ച് പാർട്ടിയുടെ കോശസ്ഥിതി അനുസരിച്ച് നടത്തും. തൃശ്ശൂർ ജില്ലയിൽ വലിയ മെഗാ തിരുവാതിര ഒരു സ്ഥലത്ത് നടത്തി ഞാൻ കണ്ടു. നമ്മുടെ ടൈസം മാഷിൻ്റെ മണ്ഡലത്തിലാണ്. MBS ആസ്മാബി കോളേജിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന തിരുവാതിര കളി. അതിൽ ശിരോവസ്ത്രം ധരിച്ച കുട്ടികളുണ്ട്, ധരിക്കാത്ത കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കലാപരിപാടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ മുഖ്യമന്ത്രിയും സംഘവും ആ സ്ഥലത്ത് വരികയും ഗംഭീരമായ പ്രസംഗങ്ങൾ, പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. 3 മന്ത്രിമാരും മുഖ്യനുമാണ് പ്രസംഗിക്കുക. അത് മന്ത്രിമാരുടെ ഉഴവിട്ട് അവർ നടത്തും. മുഖ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നടത്തും. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്? ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്തിരുന്ന് ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു അകൽച്ച ഫീൽ. EMS മുതൽക്ക് ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾക്ക് അങ്ങനെ വലിയ അകൽച്ച ഉണ്ടാകും. പിണറായി വിജയനാണ് ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ഇറങ്ങി ചെന്ന് അദ്ദേഹം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കും. അത് കൂടാതെ ഒരു പണി കൂടി ചെയ്യും. ആ വേളയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കും. കേന്ദ്രം അത് തരുന്നില്ല, കേന്ദ്രം ഇത് തരുന്നില്ല എന്ന് പറയും. സമയമുണ്ടെങ്കിൽ പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം തീർക്കും, പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും, ഉത്തര കൊറിയ എങ്ങനെയാണ് പുരോഗമിച്ചത് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, ക്യൂബ മുകുന്ദന്മാരെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കും. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തും. അത് കേൾക്കുന്നതോടെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ മതിപ്പാവും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ തോമസ് ചാഴികാടൻ എന്ന് പറഞ്ഞ ആൾ ജോസ് മാണി ഗ്രൂപ്പുകാരനാണല്ലോ. അദ്ദേഹത്തിന് മാർക്സിസം ലെനിനിസത്തെ കുറിച്ച് വലിയ ധാരണയില്ല, ഒരു ധാരണയില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും പറയത്തക്ക മതിപ്പൊന്നുമില്ല. പുള്ളിയുടെ പാർട്ടി സമീപകാലത്താണ് LDFൽ വന്നത് തന്നെ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനാധിപത്യ സംസ്കാരം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാരണഭൂതൻ്റെ ശൈലിയെക്കുറിച്ചും പുള്ളിക്ക് പറയത്തക്ക ജ്ഞാനമൊന്നും ഇല്ല. അതുകൊണ്ട് പാലായിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ സ്വാഗത പ്രസംഗകരായിട്ട് അവതരിച്ച നമ്മുടെ ചാഴികാടൻ അവിടെ പാലായിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, നെൽകൃഷിയിലെ ചാഴി ശല്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം പുതുക്കി പണിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അവിടെ ഏതോ ഒരു പാലം പൊളിഞ്ഞു കിടക്കുന്നത് നന്നാക്കേണ്ടതിനെക്കുറിച്ച്, എല്ലാത്തിനും ഉപരി റബ്ബറിൻ്റെ വിലയിടിവിനെക്കുറിച്ച് ഉപന്യസിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ കാരണഭൂതൻ്റെ മുഖം ചുവന്നു. അപ്പോൾ ഉചിതനായ നമ്മുടെ മന്ത്രി റോഷി അഗസ്റ്റി ചാടി എഴുന്നേറ്റ് അളിയാ പ്രസംഗം നിർത്ത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ചാഴികാരൻ്റെ കാര്യം മനസ്സിലായി, സംഗതി മോശമായി. പുള്ളി പറഞ്ഞു, ഇത് HOS B ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയുള്ള എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു, നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടുന്ന് കൊണ്ട് തീർക്കാമായിരുന്നു. ജോസ് കെ മാണിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അധ്യക്ഷൻ ഓർന്നിട്ടെങ്കിലും പിണറായി സഖാവിന് കുറച്ച് കാരുണ്യം കാണിക്കാമായിരുന്നു. പുള്ളി പക്ഷേ വിട്ടില്ല. ഈ സ്വാഗത പ്രസംഗരെ ചതച്ച് ചമ്മന്തിയാക്കി. ഈ സ്വാഗതം പറയേണ്ടത് എങ്ങനെയാണ് എന്ന് പുള്ളിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ് നവകേരള സദസ്സ് നടത്തുന്നത്? അത് വെറുതെ പരാതി സ്വീകരിക്കാനോ പയ്യാരം പറയാനോ വേണ്ടിയിട്ടല്ല. ഇത് സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരായ വലിയൊരു കുരിശുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പുള്ളി വിശദീകരിച്ചു. ചാഴികാടനെ പോലെ വിവരമില്ലാത്ത ആളുകളെ കൂടി മേലിൽ സ്വാഗത പ്രസംഗം നടത്തിക്കരുത് എന്ന് പുള്ളി ആനുഷംഗികമായിട്ട് സൂചിപ്പിച്ചു.
ഏതായാലും ചാഴികാടന് വയറ് നിറഞ്ഞു. ഇനി പുള്ളിക്ക് 2 ദിവസത്തേക്ക് ഊണ് കഴിച്ചില്ലെങ്കിലും യാതൊരു പോരായ്മ സംഭവിക്കുകയില്ല. അപ്പോൾ ചാഴികാടന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഉമ്മൻചാണ്ടി അല്ല കേരള മുഖ്യമന്ത്രി, UDF അല്ല ഇവിടെ ഭരിക്കുന്നത്. ജോസ് കെ മാണിയുടെ പാർട്ടി ഈ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണെങ്കിലും അവർക്ക് ഇപ്പോഴും ഇതിൻ്റെ കോലായിയിൽ പോലും സ്ഥാനം കിട്ടിയിട്ടില്ല. അവർ തൊഴുത്തിലോ ഉരൽപുരയിലോ മറ്റുമാണ് ഇപ്പോഴും കഴിയുന്നത്. ചാഴികാടൻ കാര്യം ലോക്സഭാംഗമാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണെന്നൊക്കെ പറഞ്ഞാലും കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പുള്ളി ഒന്നുമല്ല എന്നുള്ള കാര്യം ബോധ്യമായി. മരിച്ചുപോയ മാണി സാർ ഇത് വല്ലതും കാണുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആത്മാവ് പാലായിലോ മരകാട്ടുപള്ളിയിലോ വല്ലയിടത്തും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം മകന് ഒരു കാരണവശാലും മാപ്പ് കൊടുക്കുമായിരുന്നില്ല. UDF നിന്ന് ആട്ടി തെളിച്ച് LDF കൊണ്ടുവന്ന് ഈ വഴിയെ പോകുന്ന ആൾക്കാരുടെ വായിലിങ്ങനെ തെറിയാക്കേണ്ട ഒരു സാഹചര്യം അത് പാലായിൽ വെച്ച് ഉണ്ടാക്കിയതിൽ അദ്ദേഹം മകനെക്കുറിച്ച് തീർച്ചയായിട്ടും അഭിമാനിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയത്തിനിടയില്ല. ഏതായാലും ഇതിന് ശേഷം പാല, കരുത്തുരുത്തി, മരകാട്ടുപള്ളി ഭാഗത്ത് ചാഴി ശല്യം വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർഷകരെല്ലാവരും ചാഴികാടനോടും അതുപോലെ തന്നെ കാരണഭൂതരോടും കൃതജ്ഞതയുള്ളവരായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. നന്ദി, സ്നേഹം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.